പറയുന്നത് വിവരമില്ലാത്തതുകൊണ്ട് പല സാധുക്കളും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ പഠിച്ചവരെ ഇതിന്റെ ഗൗരവം ഇത്ര ഗുരുതരമാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഞാൻ നാളെ തന്നെ നീക്കുന്നു എന്നുള്ള നെയ്യത്തോടെ ആ മനുഷ്യൻ നീക്കിയാൽ അയാൾ രക്ഷപ്പെട്ടു. കണ്ണിനെ കുറിച്ച് നോക്കിയ നീയോ, നീ കഷ്ടപ്പെട്ടു, നീ പരാജയപ്പെട്ടു, അതുകൊണ്ട് നോക്കണ്ടാന്ന്. എന്താ മാനികളെ ഇന്ന് ഇത്ര വലിയ ഗൗരവം ലഭിക്കുന്നത് പറഞ്ഞത്? മുടി കറുപ്പിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഇല്ലാന്ന് ഇങ്ങനെ ഗൗരവം പറയാൻ കാരണം എന്താ? അവരെന്ത് രീതി പ്രവർത്തനം ചെയ്താലും അംഗീകാരം കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? ഒരു മനുഷ്യന് അശുദ്ധി ഉണ്ടായാൽ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു കുളിക്കണമെന്നാണ് അല്ലേ? അശുദ്ധി ഉണ്ടാകാത്ത പടപ്പി തിരിഞ്ഞവരാരോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ബീജസ്ഖലനം ഉണ്ടായി, ഹൈലുണ്ടായി, നിഫാസുണ്ടായി, മരിച്ചു, പ്രസവിച്ചു, ഇതെല്ലാം വലിയ അശുദ്ധിക്കുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു അശുദ്ധി ഉണ്ടായാൽ ഇസ്ലാമിന്റെ വിധിപ്രകാരം എന്ത് ചെയ്യണം? തൊലിയേല്, മുടിയേല്, നഖത്തേല് വെള്ളം ഒഴുകണം. അപ്പൊ ശുദ്ധിയായി. ഒരാൾക്ക് ബീജസ്ഖലനം ഉണ്ടായി, അയാൾ സുരീസ്കരിക്കാൻ പോണതിന് മുമ്പ് കുളിക്കുകയാണ്. ഈ കുളിക്കുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുടി കറുപ്പിച്ചിട്ടുണ്ട്. മുടി കറുപ്പിച്ചവൻ വെള്ളം ശരീരത്തിലേക്ക് ഒഴുക്കുമ്പോൾ ഈ കറുപ്പിച്ചിരിക്കുന്നതിന്റെ പുറത്തോടെ വെള്ളം ഒഴുകുന്നു, മുടി നനയുന്നില്ല. മൈലാഞ്ചി മുടിക്ക് അകത്തേക്ക് കയറി പിടിക്കുന്ന കറയാണ്. നഖത്തേക്ക് മൈലാഞ്ചിയിട, അത് നഖത്തിന്റെ ഉള്ളിലേക്ക് കയറി പിടിക്കുന്ന കറയാണ്. ക്യൂടെക്സ് ഇടരുത്, ക്യൂടെക്സ് മറയാണ്. കറയും മറയും. ഡൈ ചെയ്യുന്നത് മറയാണ്, മൈലാഞ്ചി ഇടുന്നത് കറയാണ്. ഇങ്ങനെ ഈ മറ വന്നപ്പോൾ മുടി നനഞ്ഞില്ല. മുടി നനയാത്തതിന്റെ പേരിൽ ശുദ്ധി കിട്ടിയില്ല. ശുദ്ധി കിട്ടാത്തത് കൊണ്ട് പള്ളിയിൽ കയറിയപ്പോൾ കൂലിക്ക് പകരം ശിക്ഷയായി പോയി. പള്ളി കയറല് ഹറാമ്, ഖുർആൻ തൊടല് ഹറാമ്, ഖുർആൻ ഓതല് ഹറാമ്, സുജൂദ് ചെയ്യല് ഹറാമ്, നിസ്കരിക്കല് ഹറാമ്, എല്ലാം ഹൈറിന് വേണ്ടി ചെയ്തപ്പോൾ ഷർറായി മാറി. ഇങ്ങേയറ്റം നിങ്ങൾ മനസ്സിലാക്കിക്കോ. മുടി കറുപ്പിച്ച ഒരാൾ മരണപ്പെട്ടാൽ മയ്യത്ത് നിസ്കരിക്കുന്നവർ സൂക്ഷിച്ച് തിരിച്ചോളണം. കാരണം എന്ത്? ജനാസയ്ക്ക് വൃത്തി കിട്ടിയിട്ടില്ല. പടച്ചോന്റെ മുമ്പിൽ അശുദ്ധിക്കാരനായിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന മനുഷ്യരെ ആര്? മുടി കറുപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ. അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടാൻ വേണ്ടി ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ കൈകെട്ടുന്നത്. പക്ഷേ പടച്ചോന്റെ മുമ്പിൽ അശുദ്ധിക്കാരനായിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന മനുഷ്യരെ ആര്? ഈ പറയപ്പെടും. എറണാകുളം ജില്ലയിൽ ഒരാൾ മരിച്ചു, മയ്യത്തൊളിപ്പിക്കാൻ ആരുമില്ല. ഒരു നല്ല മനുഷ്യൻ വന്നപ്പോൾ അയാളോട് വെച്ചു, കാക്ക ഈ ജനാസനെ കുളിപ്പിച്ചാലോ? കുളിപ്പിക്കാലോ. അയാൾ അകത്തേക്ക് ഇപ്പോൾ മുടി കറുപ്പിച്ചിരിക്കുകയാണ് ഇയാളുടെ. അയാൾ പറഞ്ഞു, ഞാൻ കുളിപ്പിക്കൂല. മുമ്പോട്ട് കുളിപ്പിക്കൂല. പിന്നെ അങ്ങനെയാണോ മരിച്ചത്? പിന്നെ അങ്ങനെയാണോ മരിച്ചത്? അതെ ആയിക്കോട്ടെ, ഈ ജനാസനെ കുളിപ്പിക്കൂല. എല്ലാവരെയും കുളിപ്പിച്ചോ. തക്കാല മുസ്ലിയാനോട് വെച്ച് പറഞ്ഞു, തക്കാല മുസ്ലിയാൻ പറഞ്ഞു, കുളിപ്പിച്ചാ കുളി കിട്ടൂല, ശുദ്ധി കിട്ടൂല. പള്ളിയിലെ സത്യവിനോട് വെച്ചപ്പോ സത്യം പറഞ്ഞു, കുളി കിട്ടൂല. ഫത്വ കൊടുക്കാൻ യോഗ്യനായ ഇന്നും എറണാകുളം ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ബഹുമാന്യനായ ഉസ്താദിന്റെ അടുക്കൽ ചെന്നു. ഉസ്താദ് പറഞ്ഞു, ഞാൻ കിതാബിന്റെ ഇബാറത്തും പേജും സഹിതം അവിടെ കുറിച്ചു തരാതാ നല്ലത്. ഉസ്താദെ കുറിക്കണ്ട ഉസ്താദെ, ഉസ്താദ് പറഞ്ഞാൽ മതി. ജനാസ കുളിപ്പിക്കാൻ വേണ്ടി അവിടെ കയറ്റിക്കെടുത്തിയിരിക്കുകയാണ്. ആ ഉസ്താദ് പറഞ്ഞ മറുപടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറുപടി. എന്താ പറഞ്ഞതോ? എടാ, കുളിപ്പിക്കാൻ കയറ്റിക്കെടുത്തേക്കോടെ അവിടെ കിടക്കട്ട. അങ്ങേരല്ലേ തലേന്ന് വിഷയത്തത്, ഞാനല്ലല്ലോ വെച്ചത്. അവിടെ കിടക്കട്ടെ. ജനാസ കിടന്ന് കരയുകയാണ്. കദ്ദിമൂനി അഖിറൂനി. രണ്ട് ജനാസയും കരയുകയാണ്. നല്ല നിലക്കാ മരിച്ചതെങ്കിലും കരയുകയാ, മോശപ്പെട്ട നിലയിലാ മരിച്ചതെങ്കിലും കരയുകയാ. അതാ നിമിത്തങ്ങൾ പറഞ്ഞത്, ജമ്മിന്റെ വക്കത്ത് വിട്ട് ജനാസ കിടത്തല്ലേ. സുബഹിക്ക് മരണപ്പെട്ടാൽ അസറിന് മുമ്പ് മണ്ണിന്റെ അടിയിലാക്കിയേക്കണേ. മഗ്‌രിബിന്റെ ടൈമിൽ മരിച്ചാൽ സുബഹിക്ക് മുമ്പ് മണ്ണിന്റെ അടിയിലാക്കിയേക്കണേ. തൂമ്പ എടുക്കാൻ പോകണ്ട, പിടിമണ്ണ് വാര്യം ഇട്ടേന് പലകേട മോളിലേക്ക്. ആ മണ്ണങ്ങോട് ചെന്ന് കഴിയുമ്പോൾ സങ്കടം കരച്ചിൽ നിൽക്കാനാണ്. എല്ലാം തകൃതിയാണ്, തിരക്കാണ്. പക്ഷേ ഉസ്താദ് പറഞ്ഞു, അവിടെ കിടക്കട്ട. ഞാനല്ലല്ലോ മനുഷ്യൻ വെച്ചത്, അയാളല്ല വെച്ചത്. എഴുതിക്കൊടുത്തു. മുടി വടിച്ചെടുക്കണം, എന്നിട്ട് അത് വേറെ പിടിച്ചിടണം, എന്നിട്ട് വെയിലത്തിൽ കൊടുത്തു. ജനാസയുടെ മുടി വടിച്ചെടുത്തു. ഒരു നാണക്കേട് ഓർക്കണ്ട, ഒരു വിഷമം ഓർക്കണ്ട. ബഹുമാനപ്പെട്ട വലിയള്ളാഹുവിന്റെ സന്നിധിയിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് മുമ്പൂടെ പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ മഹാനവറുകളോടൊപ്പം നാളെ മനുഷ്യരിൽ ഒത്തുകൂടാനാണ്. അബുജാഹിന്റെ അടുത്ത് വഹിക്കാനും വേണ്ടിയല്ല, ഉത്തമത്തിന്റെ അടുത്ത് വഹിക്കാനല്ല. ബഹുമാനപ്പെട്ട ഉപർത്തങ്ങളൊക്കെ വലിയള്ളാഹിന്റെ അടുത്ത് വഹിക്കാൻ വേണ്ടിയിട്ടാണ്. അശറത്തുൽ മുബശ്ശിരീങ്ങളെ കൂടെ വഹിക്കാനാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കൂടെ വഹിക്കാനാണ്. പെണ്ണുങ്ങൾ തോൽപ്പിക്കപ്പെടും. ഇതൊന്നും പള്ളിയിലെ കത്തിയന്മാർക്ക് പറയാൻ പറ്റൂല. ഹബീബേ, കാരണം എന്താ? ഈ ആഴ്ച പറഞ്ഞാൽ അടുത്ത
വെള്ളിയാഴ്ച വേറെ വിപ്പ് നോക്കിക്കൊള്ളണം. ബാമസ്ലാൻ എന്താ പറയണെന്നോ? ബാമസ്ലാനൊക്കെ ഒന്നും വലിയ പ്രശ്നമല്ല. മഹാനായ ഇബ്രാഹിം നബിയെ അങ്ങയുടെ കറുകറുത്തിരുന്ന മുടികളെല്ലാം വെളുവെളുത്തതായി മാറിയത് ഞാൻ വരാൻ അടുത്തു എന്നതിന്റെ ഒന്നാമത്തെ മുന്നറിയിപ്പാണെന്ന് മുഖറബായ മലക്കുൽ മൗത്ത് അസറായി. അപ്പൊ മുടി നരയ്ക്കാത്ത അതിനാലിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. അടുത്ത കാലത്തൊന്നും വരാനുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം എന്താ? മുന്നറിയിപ്പ് വന്നിട്ടില്ല. പിന്നെ ബാബാമുസ്ലിയാരെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് അള്ളാഹുത്താല ഒരു വലിയ അനുഗ്രഹം ചെയ്യണ്ടേ. അതെന്താ? എത്രമാത്രം വയസ്സാവണോ അത്രേ മുടി ഇങ്ങനെ കറുകറൂന്ന് കറുത്ത് അതൊരു വലിയ അനുഗ്രഹമാണ്. അതൊരു വലിയ അനുഗ്രഹം. മറ്റു മതക്കാർക്ക് അതില്ല കേട്ടോ. ഉമ്മൻചാണ്ടിയുടെ തലയിൽ പഞ്ഞിക്കെട്ട് വെച്ചാൽ വെളുവെളുത്തിരിക്കുക. എന്താ നമ്മളിവിടെ മുസ്ലിം സമുദായത്തിന് അള്ളാഹുത്തലെങ്കിലും ഒരു വലിയ അനുഗ്രഹം കേട്ടോ. അള്ളാഹുവിന്റെ പൊന്നാർ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു പ്രഖ്യാപനം. യഅതി ഖൗമുൻ അലാ ഉമ്മത്തി യഖ്ലിബൂന ബിൽ അസ്വാദി കഹവാസിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി. എന്റെ സമുദായത്തിൽ ഒരു ഖൗമ് വരും. ഈ ഖൗമ് വരും എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനത്തോടെ വാക്കൊന്നുമല്ല. അത് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കത്തന്മാരോടേക്കും എങ്ങനെയുണ്ടാ ഈ നാട്ടിലെ ആൾക്കാർ എന്റെ മാമസിലാരെ ഈ കൗമിന്റെ അത്ര വിടങ്ങേറാകണ കൗമ ദുനിയാവിലില്ലാതെ എനിക്ക് ഉണരുന്നത്. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴേ ഈ അതിഞ്ഞാലോ എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല അവിടുത്തെ കത്തിമാരാന്ന് ഞാൻ ഇവിടെ നിറയെ നിസ്കരിച്ചപ്പോ തന്നെ എന്നോട് അത് നിങ്ങളെ പറ്റി നിങ്ങളെ ആൾക്കാരെ പറ്റി എല്ലാം പറഞ്ഞു. അപ്പൊ ഈ കൗമെന്ന് പറഞ്ഞാൽ അതിന് വലിയ ബഹുമാനത്തോടെ പറഞ്ഞ വാക്കൊന്നുമല്ല. ആ വാക്കാണ് നബിതങ്ങൾ ഉപയോഗിച്ചത്. എന്റെ സമുദായത്തിൽ ഒരു കൗമ് വരാനുണ്ട്. അവരെന്ത് ചെയ്യും? യഖ്ലിബൂന ബിൽ അസ്വാദി, കറുത്ത ചായം കൊണ്ട് മുടി കറുപ്പിക്കുന്നതാണ്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നറിയോ? ഹവാസിൽ ഹമാമി, കറുത്ത മാടപ്രാവിന്റെ തൂവല് പോലെ. വെളുത്ത മാടപ്രാവ് നമ്മുടെ രാജ്യത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ മാടപ്രാവാണ് കറുത്തത്. ഈ വെളുത്ത മാടപ്രാവിന്റെ തൂവലുകൾക്ക് നല്ല മിനുസാണ്. ഇതുപോലെ ഈ കറുത്ത പെയിന്റ് ചായം അങ്ങോട്ട് കൊടുത്താൽ തല എങ്ങനെ ഇരിക്കുന്നറിയോ? കറുത്ത മാടപ്രാവിന്റെ തൂവല് പോലിരിക്കും. അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. അവർ നിസ്കരിക്കുന്നവരാ, നോമ്പെടുക്കുന്നവരാ, ഹജ്ജ് ചെയ്യുന്നവരാ, സക്കാത്ത് കൊടുക്കുന്നവരാ, പള്ളി ഭരിക്കുന്നവരാ, മദ്രസ ഭരിക്കുന്നവരാ, ദീനീ പ്രവർത്തനം ചെയ്യുന്നവരാ. ഇതൊക്കെ എന്തിനാ അവർ ചെയ്യുന്നത്? ബഹുമാനികളെ, സ്വർഗത്തിൽ പോകാനാ. പക്ഷേ ഹബീബിന്റെ തിരുനാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു, ലാ യരീഹൂന റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് എത്തുകയില്ല എന്ന് ലോകാനുഗ്രഹി നബിയുനാ റസൂലുള്ളാഹി. എന്താ ബഹുമാനികളെ ഇത്ര വലിയ ഗൗരവം? ഇത് എന്താ? ഇതിന് ഇത്ര വലിയ ഗൗരവം? സ്വർഗത്തിന്റെ സുഗന്ധം പോലും കിട്ടൂല. അപ്പോഴേ ഞാൻ വെള്ളാട്ടിയെന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഈ അതീത് ഇവിടെ ഓതിയെന്ന് പറഞ്ഞുകൊണ്ട് മുടി കറുപ്പിക്കുന്ന ആരെങ്കിലും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ ആൾക്കാരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെയുണ്ട് ഈ സമുദായത്തിൽ കുറെ ആൾക്കാർ. ഞാൻ വലിയ തീയും കൊട്ടേഷൻ എടുത്തേക്കുന്ന ആളാ, എന്റെ അരുണാചലിന്റെ സ്വർഗത്തിന്റെ താക്കോല, അവൻ നരകത്തില, ഞാൻ സ്വർഗത്തില, അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ